കംബാക്ക് വേല പ്ലീസ്. VC ഇപ്പൊ ചന്ദ്രൻ ഉണ്ടെന്നോ നോക്കിട്ട് അവൻ എന്തെടുത്തോണ്ടിരിക്കണ്. ബാൻ ആയോണ്ടേ വാലറിന്റെ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്നത് കണ്ടു കേട്ടോ കുറച്ച് മുമ്പ് നോക്കിയപ്പോ. ബാനാ. ഓ നിങ്ങള് സബ് ചെയ്യണം കേട്ടെ. ആ സബ് കളിയാ. പറയടാ കേക്കാടാ. ഞാൻ കുറച്ച് പിള്ളേരെ വിട്ടായിരുന്നു അങ്ങോട്ട് തള്ളക്കി വിളിക്കാം. വന്നായിരുന്നു അവര്? ഇല്ല ഇവിടെ വന്നിട്ട് നീ കുണ്ണേന്ന് പറഞ്ഞ് സ്വാം ചെയ്ത് അന്നേരമാണ് ഞാൻ വിസിലോട്ട് വന്നത്. ഈകളെ ഞാൻ മെന്നട്ടാംസിന്റെ അടുത്താണ് സംസാരിക്കുന്നത്. ആണോ? നീ നടങ്ങ്. ആ ഞാൻ ഇല്ലാതെ ടർഫ് പിള്ളേർ കളിക്കില്ല, അവർക്ക് ഫിയർ ആണ്. ഞാൻ ഇല്ലാണ്ട് മറ്റേ ടർഫൊക്കെ ഹോൾഡ് ചെയ്യാനേ. ഞാൻ കേറാം അങ്ങോട്ട്. കേറട്ടെ മണി ടർഫ്, നമ്മുടെ മണി ടർഫ്. ഞാൻ ഇല്ലാതെ പിള്ളേർക്ക് ഭയങ്കര പേടി. ഓക്കെ ബൈ. ഭയങ്കര ഇഷ്ടാട്ടോ. കുറച്ച് ബോറിംഗ് ആയോ? അതാരാടാ? അളിയാ ചൂട് ചൂട് പിള്ളേർക്ക് ഒരേ പേടിയില്ല. ഞാൻ കളിക്കണം നീ വാശി പിടിച്ച് എങ്ങനെ നീ ഒരു കോപ്പും കളിക്കണ്ട. അവരെല്ലാം കംഫർട്ടബിൾ ആയിട്ട് നല്ല ലൈനപ്പ് കളിക്കാൻ അറിയാവുന്നവരെ മാത്രം വെച്ച് നല്ല ലൈനപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ. മനസ്സിലായ? നീ അവിടെ വാലോറിന്റെ വല്ല ഉമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നല്ലോണം ഞാൻ കണ്ടു. ഒരു ഡെത്തും അല്ല, ഒരു കില്ലും 10 ഡെത്ത് ഞാൻ കണ്ടായിരുന്ന കളി. നീ ഇല്ലേ കളിക്കാപ്പ? ഞാൻ ഇന്ന് കളിക്കുന്നില്ല. ഞാൻ വേറെ അടുത്ത് കളിച്ചോളാൻ പറഞ്ഞു. എനിക്ക് കേറാൻ വയ്യ. അവര് കംഫർട്ടായിട്ട് കളിച്ചോട്ടെ. ഞാൻ എന്താ പറയണേ? അതെ അവര് കംഫർട്ടബിൾ ആയിട്ട് കളിച്ചോട്ടെ. അതുകൊണ്ട് നീ ഒട്ടും വരണ്ട അങ്ങോട്ട് കളിയാ. എന്നാ എനിക്ക് ഹായ് തരുമോ? ഹരിത് ബ്രോ ഹായ് 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 ഹായ്. പേളി മണിയെ പോഡ്കാസ്റ്റ് ചെയ്യാവോ? പുള്ളിക്കാരിക്ക് ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. ആ പുള്ളിക്കാരി ഞാൻ വിളിച്ച് എങ്ങനെയാണ് പോഡ്കാസ്റ്റ് ചെയ്യണത്? എനിക്ക് പേളിയായിട്ട് വലിയ കോണ്ടാക്റ്റും കമ്പനിയൊന്നും ഇല്ല ബ്രോ. പേളിയൊക്കെ വലിയ വലിയ ആൾക്കാര് നമ്മളൊക്കെ വിളിച്ച നമ്മുടെ പോഡ്കാസ്റ്റിലൊന്നും വരില്ല. പേളിക്കൊക്കെ നമ്മളെക്കാളും ടോപ്പ് നോച്ച്. സംസാരിക്കണോ? എന്താടാ സംസാരിക്കണോ? ഇല്ല. ഇനി പുള്ളിക്കാരി അല്ലാതെ അറിഞ്ഞു കിട്ടിയാലും നിന്റെ റെക്കമെൻഡേഷനിൽ എന്തായാലും വേണ്ടളിയാ. എനിക്ക് താല്പര്യമില്ല. ചുമ്മാലടാ രക്ഷപ്പെടാത്ത നിന്റെ ആ പൈപ്പിന്റെ റങ് ഇല്ലാണ്ടായി പോട്ടെ. എന്റെ ഡ്രോൺ കൊണ്ട് തടാ. എന്റെ ഡ്രോൺ കൊണ്ട് തടാ. മറ്റേ ബാറ്ററി തിരിച്ചിട്ട് ഡ്രോണല്ലോ. പിന്നെ ഡ്രോൺ ഞാൻ പറത്തി. അണ്ണാ എനിക്കൊരു ജീവനുള്ള സാധനം 3D പ്രിന്റ് ചെയ്ത് തരാമെന്ന്. നിനക്ക് പെണ്ണില്ലല്ലേ പുണ്ടച്ചി? ജീവനുള്ള സാധനം തുടങ്ങി. എന്തിനാ ഞാൻ പേടിച്ച് വെച്ചേക്കാത്? നിനക്ക് പെണ്ണിനെ പ്രിന്റ് ചെയ്ത് തരാനാ? ഓരോരുത്തന്മാര് വന്നോളും. സത്യം അഴുക്ക സ്വഭാവങ്ങളാണ് ഇവർക്കൊക്കെ. സത്യം പറയല്ല, നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്യണം അവരൊക്കെ. അതെ സത്യം. വാട്ട് യു റീഫിൽ മെറ്റീരിയൽ? അത് ബ്രോ ഫിലമെന്റ്. അത് ഫിലമെന്റ് PLA ഫിലമെന്റാ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത്. നിങ്ങളെ അവിടെ വിനീത് ബ്രോ വിളിച്ചപ്പോ പറഞ്ഞ് നീ എന്തോ ഒരു സാധനം ഉണ്ടാക്കി നോക്കിട്ട് കൊറേ ആയിട്ട് ഫെയിൽ ആവുന്നുണ്ടെന്ന് പറയുന്നത്. ബാബു പറഞ്ഞ നിനക്കുള്ള നിനക്കത് ഇല്ലാത്ത തന്നെയാണ് അളിയ ഭംഗി. അതാണ് ഒത്തിരി വട്ടം ഫെയിൽ ആയി പോയി. എങ്ങനെയൊക്കെ ഞാനത് വെക്കാൻ നോക്കിട്ട് അത് ഫെയിൽ ആയിക്കൊണ്ടിരിക്കും അളിയാ. അല്ല വിനീത് ബ്രോ പറഞ്ഞ അതല്ല, നീ ഓരോന്നുണ്ടാക്കി നോക്കിട്ട് റൂമിൽ കയറുമെന്ന്. ബാബുവിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ആദ്യം കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഇവരാരും കാണാതെ അത് മനസ്സിലായി. നീ എന്തിനാണ് റൂമിൽ കൊണ്ടുപോകണത് ചോദിക്കുന്നത്? അത് അവന്മാരെ ആരെയും കാണിക്കില്ലെന്ന് ബാബുവിന്റെ അടുത്ത് എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞേക്കു. അവൻ ആദ്യം കാണണം, അവന്റെ കൈ കൊണ്ട് നിനക്ക് വെച്ച് തരണമെന്നാ പറഞ്ഞേ. കുഴപ്പമില്ല. ഇത് നല്ലതിനല്ല ഈ പ്രിന്ററൊക്കെ വാങ്ങിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചിന്റെ തന്തയൊക്കെ കഴിഞ്ഞാൽ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ കൊച്ചിന്റെ തന്ത സ്നഗ്ഗി പ്രിന്റ് ചെയ്യുന്ന മെഷീൻ മേടിക്കാം. എന്തൊക്കെ കേക്കണം അവനെ. എടാ സ്നഗ്ഗി ഒരു പ്രിന്റ് അത് ഞാൻ പോഡ്കാസ്റ്റിൽ കൊണ്ടുപോവാ. അയ്യോ അത് നമ്മുടെ പറമ്പിലെ കോഴിയല്ലേ, എപ്പോ വേണേലും വരും. ഞാനൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കണേ? എന്നെ വിളിക്കാൻ പറ അവന്റെ അടുത്ത്. ആരും ഒരു സജഷൻ പോലും പറഞ്ഞില്ല ഇത്രയും നാളായിട്ട്. നിന്റെ ഒന്നും പേര് ഇതുവരെ സജഷന്റെ പോലും ആരും പറഞ്ഞിട്ടില്ല. നീ വിളിക്കുമ്പോ ഞാൻ അപ്പോയിന്റ്മെന്റ് ഒക്കെ അപ്പോയിന്റ്മെന്റ് തരാളിയാ ഇങ്ങനെ പറഞ്ഞൊരു ഡേ വരും. അങ്ങനെ ഒരു ഗതികേട് വരുന്നതിന് ഞാൻ ഈ ചാനൽ വണ്ടിയൊക്കെ നിർത്തി വല്ല വേറെ പണിക്കും പോകും. മനസ്സിലായോ? ദൈവമേ ഇതെല്ലാം കാണുന്നുണ്ടല്ലേ.
ടോക്കിയോ ശിക്ഷ കൊടുക്കണേ ഈ പറയുന്നതൊക്കെ. ചന്ദ്ര ആർപി എന്തിനാ ബാങ്ക് കിട്ടിയത്? അളിയ നമുക്കൊരു കാര്യം ചെയ്താലോടാ, മറ്റേ ഇവിടെ പോയിട്ട് ഗ്രാൻഡ് ആർപി പോയിട്ട് ഫാമിലി ബിൽഡ് ചെയ്താലോ? നല്ല കാര്യം, നല്ല കാര്യം. നല്ലൊരിതാണ്, നല്ല പള്ളികൾ. പാവമെങ്കിലും ഉണ്ട് അവിടെ വരെ ഒരു പട്ടി ബാങ്ക് കിട്ടുന്നതൊക്കെ കിട്ടിക്കോട്ടെ, നമുക്ക് അതൊന്നും നോക്കണ്ട, അത് സോൾവ് ചെയ്യാൻ ആരും ഇല്ല. നമുക്ക് പോയി മറ്റേ നൂലെടുത്ത് അങ്ങനൊക്കെ തയ്ച്ചിട്ടൊക്കെ ഇടാൻ പറ്റും. കാര്യം കാണിച്ചോട്ടാ. ബ്രാഹോ ഇപ്പൊ വിളിച്ചിട്ട് ചന്ദ്രൻ ഭയങ്കര ഇമ്മച്ചുവാണെന്നാ. എന്താണ് ഇത്? ചെവി പോയി. ഞാൻ ഇവന് കൊടുത്തത് ശരിയല്ല, എനിക്ക് മുച്ചിരി മറ്റേ സാധനം. അയ്യോ, ഇത് കേട്ടപ്പോ എന്താടാ ഞാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ ഈ മുച്ചിരില്ലേ അവന് ഒരു പെർമനന്റ് ബാൻ ഉടനെ ഉണ്ടാവും പറഞ്ഞേ. കണ്ട എല്ലാ മറ്റേ ഗ്ലിച്ചും കണ്ടുപിടിച്ച് ലോകത്തില്ലാത്ത എല്ലാ ഇവ എന്തിനാണ് അവൻ ചെയ്യണത് എന്നൊക്കെ അറിയാമോ എന്തൊക്കെയാണ് കാണിക്കണേന്ന്. അതിന്റെ അകത്ത് കടന്ന് ആ ഗെയിമിന്റെ അകത്ത് ഒരു ഡെവലപ്പർ അറിയാന്നുള്ള കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ അവൻ അറിയാം. അവനിപ്പോ എന്ത് ചെയ്തു പുതിയതായിട്ട്? എടാ ഇവൻ മറ്റേ ബഗ് എക്സ്പ്ലോയിറ്റിംഗ് എന്ന് ഇവനെ ആർക്ക് പിടിക്കാൻ പറ്റൂല. ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇമോട്ടിട്ട് മുകളിൽ ആകാശത്ത്. എടാ അവനിതുവരെ പിടിച്ചിട്ടില്ലല്ലോ. ആ പിടിച്ച് എന്നെ പിടിച്ചിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത്. ഗ്രാൻഡ് ആർപി ഇപ്പൊ ഇല്ല. ഗ്രാൻഡ് ആർപി ഇപ്പൊ ഇല്ലേ? എടാ ഗ്രാൻഡ് ആർപി കാട്ടി ഹൈപ്പാണ് ഇപ്പൊ എക്സാൻഡിസിന്, അതറിയാവോ? എടാ അളിയ 2 ദിവസമായിട്ട് ഡീഡോസ് അടിച്ചിട്ട് അങ്ങേതാ ബ്രാവോ അയാള് വീട്ടിലുള്ള അവസാന അരിയും കലവും വരെ വിറ്റത് പുതിയ ഡീഡോസ് പ്രൊട്ടക്ഷൻ മേടിക്കാൻ പോവാ. നീ ദയവ് ചെയ്തിരുന്ന് മെസ്സ് അടിച്ച് പ്ലെയർ കൗണ്ടിന്റെ കാര്യം പറഞ്ഞ് വേറെ സെർവറുകൾക്ക് അസൂയ ഉണ്ടാക്കി ഓരോരുത്തന്മാരവിടെ ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് റിയൽ ലൈഫിൽ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും വേറെ സെർവറിൽ ആള് കയറണല്ലേ ഇപ്പൊ. ഒരു 3 മിനിറ്റ് മുമ്പ് സെർവർ വൈറ്റ് ലിസ്റ്റിനൊപ്പം ചെയ്തിട്ടുണ്ട് ഇവിടെ പല സെർവറുകള്. ചന്ദ്രനെ വിളിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ നമ്മളെ സെർവറിൽ വിളിച്ചിട്ടുണ്ടല്ലേ ഞങ്ങളെ തിരിച്ചു വരുള്ളേ. പുതിയ സെർവർ തപ്പട്ടെ. രണ്ടിലൊന്നും എനിക്കറിയുള്ളത്. മ്യൂട്ട് ചെയ്തേ. ഇത് രണ്ടിലൊന്നും തീരുമാനിക്കാണത് എനിക്കിവിടെ. അപ്പോട്ടിൽ 20 സെക്കൻഡ് ആയി ഞാൻ വന്നിട്ട്. 20 സെക്കൻഡ് അവര് വിളിപ്പിച്ചതാണ് നമ്മൾ വന്നത്. 20 സെക്കൻഡിൽ ഇതൊക്കെ അവരായിരിക്കുന്ന സമയത്ത് ഞാൻ പറയും 30 സെക്കൻഡ് ഇരുന്നിട്ട് പോലും എന്നെ ട്രാക്ക് ചെയ്തില്ല. ഓരോ പോയിന്റ് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ നിങ്ങളെല്ലാരും. അതെ സത്യം. അയച്ചിട്ടുണ്ട്. എനിക്കെന്താ അയച്ചു? ആ ഓക്കെ. ആരയച്ചത്? ഏതൊരു ലോകം അയച്ചു കൊടുത്തത്? പുതിയതോ പഴയതോ? പുതിയത്. ഓക്കെ. പുതിയ ഞാൻ കഴിച്ചത് എന്റെ 3D പ്രിന്ററിന് എനിക്ക് പുതിയൊരു വർക്ക് കിട്ടി. എക്സ്ലാറ്റിന്റെ ഒക്കെ ലോഗോ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ ഇതൊക്കെയാണ് എന്റെ ജോലി. ഇതാണ് എന്റെ പരിപാടി. 1.5 കോടി എടുത്ത് പ്രിന്റർ വാങ്ങിയിട്ട് ഇതുപോലത്തെ ചെറിയ 4 രൂപയുടെയും 5 രൂപയുടെയും 10 രൂപയുടെ സാധനം ഉണ്ടാക്കി സന്തോഷം കണ്ടെത്തുന്നു. താങ്ക് യു സോ മച്ച്. 10 രൂപ പറയുന്നത് അതൊരു 100 എത്ര ആയി എന്ന് കണക്ക് കൂട്ടത്? 100 ആവണ്ടേ? വേണ്ടുന്ന സാധനമൊക്കെ ഉണ്ടാക്കുന്നത്. അതിന്റെ കൂടെ ഞാൻ ഫ്രീലാൻസ് വർക്ക് പിടിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. എവിടെ ചെയ്താലും നമ്മളിതൊക്കെ ഇതാക്കണ്ടേ. ഈ ബോഗ് വരുന്നുണ്ട് എക്സ്റ്റാൻഡിസില്. ബോഗ് വരുന്നുണ്ടോ? ബോഗ് അയ്യോ ബോഗ് വേണം. ഡിസിഷൻ അവരിപ്പോ പറയാറ് ഒരു മേളിൽ അവരോട് സംസാരിച്ചോണ്ടിരിക്കുക മറ്റേ പയ്യന്മാരായിട്ട്. അതിന്റെ റൂൾസ് എത്ര ഓൾമോസ്റ്റ് 1 വർഷം ചുമ്മാ ഇരിക്കുകയാണ്. ബോഗല്ലേ റിലീസ് എടുത്തുള്ളൂ.
അപ്പൊ എനിക്കൊന്നും ബോഗൊന്നും കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. സിയോണിൽ ഞാൻ ഇനാക്റ്റീവ് ആയിരുന്നു. ഞാനൊന്നും ബോഗ് കളിച്ചിട്ട് പോലും ഇല്ല. എനിക്കൊന്നും ബോഗ് കളിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് ക്യാപ്ചറിങ് ആണ്, ഫ്ലാഗ് ക്യാപ്ചറിങ്. ഒരു കാര്യമുണ്ട്, ബോഗ് കളിക്കണമെങ്കിൽ ഒരു കാര്യം പറയാം. ഇന്ന് ബോഗുണ്ടെങ്കിൽ മറ്റന്നാ ബോഗുണ്ട്, മറ്റന്നാ ഉണ്ടെങ്കിൽ അതിന്റെ മറ്റന്നാ ബോഗുണ്ട്. മനസ്സിലായോ? അയ്യോ, ബോഗുണ്ടാവും. ഇവിടെ ഓരോരുത്തന്മാര് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ എല്ലാരെയും പോയി തല്ലണ കഥാണ് ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊക്കെ പോട്ടെന്നല്ലേ. കളിക്കാനുള്ളവന്മാര് കളിച്ചോട്ടെ, നമുക്ക് അപ്പുറത്ത് ഒന്നും നമുക്ക് സ്പെക്ക് ചെയ്യാൻ പോണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. എന്താടാ എല്ലാ ബോഗ് സ്പെക്ക് ചെയ്യാൻ പോകണ്ട. ബോഗ് സ്പെക്ക് ചെയ്യണ്ട, കളിക്കാൻ പോകുന്നവര് കളിക്കട്ടെ, ബോഗ് കളിച്ചാൽ മതി. അപ്പൊ ഈ വെടിയന്മാർക്ക് ഒരു സിറ്റുവേഷൻ ആവുമല്ലോ. ബോഗ് ബോഗിന്റെ ഫുൾ ഫോം ബാറ്റിൽ ഓഫ് ഗൺസ് അല്ലേ? ആണോ? നമ്മുടെ ഇവിടെ ബോഗെന്നല്ല, അതിന്റെ പേര് വാർസോൺ. ബാറ്റിൽ ഓഫ് ഗാങ്സ് ആണല്ലേ? ഗാങ്സ് ആണോ ഗൺസ് ആണോ? ഗാങ്സ് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ എന്തോ കേട്ടായിട്ട് ഓർമ്മയുണ്ട്, എനിക്കറിയില്ല. അത് ഈ ടർഫ് പോലത്തെ സാധനമാണ്, ടർഫ് പോലത്തെ സംഭവമാണ് കേസ്. അത് ഈ ഫ്ലാഗ് ക്യാപ്ചറിങ്. എന്താടാ ഒരു വ്യത്യാസമുണ്ട്, ടർഫില് നമുക്ക് സോണോട്ട് റൊട്ടേറ്റ് ചെയ്യാം. അത് ശരിയാ. വാർസോണിനകത്ത് അതില്ല, വൺ സെന്റേഡ് ഇറങ്ങാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഒരിക്കൽ കയറിയ പിന്നെ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ നിനക്ക് അറിയാലോ. There is no entry. Exit. ഞാൻ പോയത് ഈ പുഷ്പം പോലെ ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്താൽ എന്താന്ന് പറഞ്ഞാൽ മതിയോ? കാരണം നിങ്ങളില്ലെങ്കിൽ ഇരുന്ന് മുഷിയും. അത് പറഞ്ഞ നമ്മള് പോയിട്ട് ഡിസിഷൻ അറിഞ്ഞിട്ട് പോയാൽ ഇവിടെ നീ നിന്റെ ഫൈൻഡിങ്സ് അല്ലേ, നീ ഡിസിഷൻ അറിഞ്ഞിട്ട് പോയാ കളിയാ. നീ ഇവിടെ അവരുടെ രീതിയിൽ ഫ്രീ ആയിട്ട് അവര് മെല്ലെ ചെയ്തോട്ടെ. എന്തായാലും ഇത് ഇനിയിപ്പം 12 മണിയായി ഇന്ന്. അങ്ങനെ നീ കുറച്ചു മുമ്പ് പറഞ്ഞത്, നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞ മ്യൂട്ട് ചെയ്തിട്ടിരുന്ന സമയത്ത്. നീ ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് KV മേലെ വന്നേ അടിയാന്ന് തോന്നട്ടെ. എന്തോ അപ്പൊ ഡീൽ ചെയ്യണേ. അത് അവർക്ക് വാറുണ്ട് ആണല്ലേ? ഓക്കെ. ഇതുണ്ട്, ടർഫുണ്ട്. നമ്മളെ ഒരു കാര്യം ചെയ്യാം, നമ്മളെ TVയില് നമ്മുടെ ഗ്യാങ് ലോബി ഇരിക്കാം. നമ്മള് ഗ്യാങ് ലോബി ഗ്യാങ് ലോബി ഉണ്ട്. ഗ്യാങ് ലോബി അല്ല, ഗ്യാങ് VC. ഇപ്പൊ തെറ്റിപ്പോയായിരുന്നു പറഞ്ഞപ്പോ? ഇല്ലല്ല, ഗ്യാങ് ലോബി എഴുതിയിരിക്കണ. അങ്ങോട്ട് പോ, ഗ്യാങ് VCയിലോട്ട് പോവാ. വാ. പിള്ളേരെ വിളിച്ചു കൂട്ടിട്ട് വരാം. ഒരു ബലം വേണമല്ലോ നമുക്ക്. അടി വരുമ്പത്തേക്കും ബലം വേണം. ഞാനൊരു 10-30 പിള്ളേരെ വിളിച്ചിട്ട് എന്തോടാ കേട്ടില്ല. ഞാനൊരു 10-30 പിള്ളേരെ വിളിച്ചിട്ട് വരാം നമ്മുടെ. എന്തിന്? അല്ല, ബലം വേണമല്ലോ. എന്തെങ്കിലും ഒരു വാക്ക് തർക്കമായാലോ? ആരുമായിട്ട്? അളിയാ ഞാനേ അവൻ പോയി. ഞാൻ ഒരാളുമായിട്ട് വാക്ക് തർക്കമാവൂല. ഞാൻ അത്രയും ഡീസന്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുള്ളൂ ഈ വർഷം. പറഞ്ഞല്ലേ, ഈ വർഷം ഞാൻ അങ്ങനെ ഒരു രീതിയിലത്തെയും അങ്ങനെ എന്തായാലും ബിഹേവ് ചെയ്തില്ല. നമ്മള് സംസാരമായി റോങ് ആയ കുറച്ച്. നീല നമ്മള് കാര്യം പറഞ്ഞ് മര്യാദയ്ക്ക് മനസ്സിലാക്കാൻ നോക്കുമ്പോ പുള്ളി ചാടി കയറാൻ നിക്കണം. പിന്നെ എന്ത് ചെയ്യാം? പിന്നെ മ്യൂട്ട് ചെയ്ത് അങ്ങ് അതിന്റെ ഇടയ്ക്ക് KVയിൽ ആരോ കയറി വന്ന് അവനെ ഇവ ചന്ദ്രൻ തള്ളക്കി വിളിച്ചത് KV മൊത്തം സപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. മൊത്തത്തിൽ പ്രശ്നമായി ഇവിടെ. ഓഡിയൻസിനൊക്കെ ഒരു കാര്യം മനസ്സിലാവും. പണ്ട് വെളുപ്പിന് 3 മണിക്കും 4 മണിക്കും ഒക്കെ FRPVCയിൽ ഇങ്ങനെ സംസാരിച്ച് അടിയുണ്ടാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. തോറ്റാലും ജയിച്ചാലും അടിയും വഴക്കും. എന്റെ അമ്മോ, വെളുപ്പിന് 3 മണി 4 മണിയൊക്കെ വരെ ഇരുന്നിട്ടുണ്ട് VCയിൽ അഡ്മിൻസിന്റെ അടുത്ത് ഡിസിഷൻ കിട്ടാൻ. ഇപ്പൊ എനിക്ക് ആവത്തില്ല എന്തായാലും. സത്യം. ബാബുവാണ് ഏറ്റവും കൂടുതൽ ഇരുന്ന് മൂലം കഴിച്ചിട്ടുള്ളത്. അതൊക്കെ ഒരു കാലം, സത്യമല്ലേ? ബാബുവാണ് ഏറ്റവും കൂടുതൽ ഇരുന്ന്. അന്നൊക്കെ ഒരു ടർഫ് കഴിഞ്ഞാലോ ഒരു ഗ്യാഗ്വാർ കഴിഞ്ഞാലോ ആടി വാടിനാശം വെള്ളപ്പൊക്കം. പക്ഷെ അന്നൊന്നും അത്രയ്ക്ക് എക്സ്ട്രീം ഓസി പറച്ചിലില്ലായിരുന്നു.
അതൊക്കെ ഈ ഓസി പറഞ്ഞൊന്നുമില്ല, എല്ലാം നേരിൽ ഇടി മാത്രമേ ഉണ്ടായിരുന്നു. നന്ദക്കിളി തള്ളക്കിളി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഈ ഓസി ഒക്കെ കുറച്ചു നാൾക്ക് മുമ്പ്, ഒരു 1-2 വർഷം മുമ്പാണ് ഈ ഇതൊക്കെ വന്നത്. ലോക്കോ ഡേയ്സ്. സത്യം DC ELD. അയ്യോ സത്യമല്ലേ. TV vs MC, KVA R34 BSB. ഈ ഒരു ചുരുങ്ങിയ കാലം നമ്മൾ എത്ര സർവർ പൂട്ടിച്ച്. പ്രൗഡ്ലി വി saying we are closed so many servers and next പറഞ്ഞു വിട്ട് തള്ളക്കി വിളിച്ചിറങ്ങി. എന്നാ ഞാൻ ആപ്പ് ചെയ്യുന്നുണ്ട് സെർവർ. ഞാൻ കേറി ടൈഗൻ അടിച്ചു വന്നത്. നീ അതറിഞ്ഞായിരുന്നോ ഞാൻ സിയോളിൽ ടൈഗനെ ചെന്ന് കീറിയത്? ടൈഗനെ കളിച്ചത് ഞാൻ പോയി. എന്തിന്? ഓ ടൈഗറിന്റെ റോഡ് ഇറക്കി കായലിൽ കയറിയതിന്. എനിക്ക് അപ്പോഴേ ഉള്ളൊരു ഓ തല്ലിട്ട് എന്നെ അപ്പൊ തന്നെ പ്ലക്കി ഇറക്കി. ചന്ദ്ര കെട്ടിട്ട് കളിച്ച് പ്ലക്കി ഇറക്കി വിട്ട്. അടിച്ചിട്ടോ? ഓ പിന്നല്ലാണ്ട് കേറി അടിച്ചില്ലേ? എന്ത് വെച്ച് കണ്ണോ? ഇല്ല, ഇടിച്ച് കൈകൊണ്ടിടിച്ച്. ബാക്കപ്പ് ഒന്നുമില്ലേ പുള്ളിക്ക്? അവന്റെ ബാക്കപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് ബാക്കപ്പ് ഇല്ലാത്തോണ്ട് അപ്പൊ തന്നെ കൊന്നോളന്ന്. ഞാനും പിന്നെ മുതുക്കിൽ അവിടെ 500 രൂപയ്ക്ക് തല്ലാൻ പോണ ഒരു വാടക കൊണ്ടായിട്ട് പോയത്. ബാനിട്ട് ദിവസം ഇവൻ അടി കിട്ടിയപ്പോഴേ വാടക കൊണ്ട് ഓടി. വാടകുണ്ടി 2 എക്സ്ട്രാ മെസ്സേജ് ചെയ്യുന്ന അവൻ അപ്പൊ തന്നെ കത്തിച്ചു കളഞ്ഞു. നിനക്ക് സിറ്റിയിൽ വേറെ കിട്ടിയില്ലേ? എനിക്ക് വേറെ സിറ്റിയിൽ ബാൻ ഇട്ടാണ് അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ ബാൻ കിട്ടി. പിന്നെ പോ സർവറില്ലാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇരുന്ന് മറ്റേ വാലറന്റ് കളിച്ച് തോറ്റ് ഡിപ്രഷനായിട്ട് കുറച്ച് ദിവസം നമ്മുടെ ആഗ്രഹമായിരുന്നു അളിയാ എനിക്ക് ടൈഗയെ തല്ലണമെന്ന്. ഞാൻ അങ്ങനെ എന്ത് കാര്യട്ടാ നിന്നെ കാണുന്നത് പറയട്ടെ. പക്ഷെ പുള്ളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുള്ളിയുടെ ആ ഒരു ഹൈറാർക്കി കണ്ടാ എനിക്ക് അസൂയ തോന്നി. അതൊക്കെ അത് കിടില ഹൈറാർക്കി അല്ലായിരുന്നു. അതെ നമ്മൾ അടുത്ത ടാർഗറ്റ് ക്യാരക്ടറിന് മുടിഞ്ഞ ഓറയാണോടാ. നമ്മൾ സംസാരിക്കുമ്പോ നമുക്കൊരു ഇതൊക്കെ വരും. എന്നുവെച്ചാൽ ആ സിയോണിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആ ഹൈറാർക്കി നമുക്ക് കേൾക്കുമ്പോ റെസ്പെക്ട് കൊടുക്കാൻ തോന്നും കേട്ടോ, ആ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോ. അത് OG അവര് നല്ല RP പിള്ളേർ.